ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളം പൂഴിക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പന്തളം പൂഴിക്കാട് അനുഭവനിൽ സുനിൽ ബേബി ഷൈനി സുനിൽ ദമ്പതികളുടെ ഈ മനോഹരമായ ഭവനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സുന്ദരമായ സമൂഹങ്ങളുടെ സൃഷ്ടിക്ക് കുടുംബങ്ങളുടെ പ്രാധാന്യം വളരെ വിലപ്പെട്ടതാണ്. നല്ല ഭവനങ്ങളിലൂടെയാണ് നല്ല ചിന്തകൾ ഉണ്ടാകുന്നത്. ഇവിടെ ഇതാ തിരുവനന്തപുരം പ്രൈം ബിൽഡേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ഡിസൈൻ നിർവഹിച്ച് നിർമ്മാണം നടത്തി ഇൻറ്റീരിയർ ചെയ്ത ഒരു മനോഹരമായ ഭവനം ശ്രീ സുനിൽ ബേബിക്ക് വേണ്ടി നിർമ്മിച്ച ഈ ഭവനമാണ് ജീവൻ ടിവിയുടെ എൻ്റെ വീടെന്ന പരിപാടിയിലൂടെ പ്രേക്ഷകർക്കായി നൽകുന്നത്. ഏകദേശം 22 സെന്റിൽ 5200 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള കണ്ടംപററി സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണിത്. ഇതിന്റെ സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും വളരെയധികം പാനൽസ്, ലൂബർ ഡിസൈനിലുള്ള പാനൽസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകമായ ആകർഷണമാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡോറിൻ്റെ ഭാഗം വരെ അത്തരത്തിലുള്ള ഡിസൈൻ മാച്ച് ചെയ്യുന്നത്. അപ്പുറത്തെ സൈഡിൽ അത് വീതി കൂടിയിട്ടാണെങ്കിൽ ഡോറിനകത്ത് വീതി കുറഞ്ഞിട്ടുള്ള പാനൽസ് ധാരാളമായിട്ട് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സിറ്റൗട്ടിൽ നിന്ന് കയറുമ്പോൾ കാണാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ച. മറ്റൊന്ന്, ഇന്ന് ഏറ്റവും അധികം ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിലെ ആളുകൾ പുറത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരണമെങ്കിൽ ഓരോരുത്തർക്കും ഓരോ താക്കോൽ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോഴത്തെ പുതിയ നൂതന സംവിധാനം അനുസരിച്ച് ബയോമെട്രിക്കൽ ലോക്കുകൾ ഇന്ന് ധാരാളം അവൈലബിൾ ആണ്. ഇവിടെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ക്യാമറ സഹിതമുള്ള ഒരു ബയോമെട്രിക്കൽ ലോക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൈ സ്കാൻ ചെയ്യുകയാണെങ്കിൽ കുടുംബാംഗങ്ങൾക്കെല്ലാം ഏത് സമയത്തും കടന്നു വരുന്നതിനും തുറന്നു പോകുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഈ ബയോമെട്രിക്കൽ ലോക്കിലൂടെ ലഭിക്കും. മറ്റൊന്ന്, ഈ വീടിൻ്റെ പ്രത്യേകത ഇതിൽ തടിയേക്കാൾ കൂടുതലായിട്ട് UPVC വിത്ത് ടിൻഡഡ് ഗ്ലാസിൻ്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് എലിവേഷനിൽ മിക്കവാറും കൂടുതലും ഈ ടിൻഡഡ് ഗ്ലാസ്, ഈ കൂളിംഗ് ഗ്ലാസും അതുപോലെ തന്നെ UPVC-യുടെ മനോഹരമായിട്ടുള്ള ഇമ്പോർട്ടഡ് UPVC കൊണ്ടുള്ള ഫ്രെയിംസുമാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ വീടിൻ്റെ മറ്റൊരു ആകർഷണത. ഇതിൻ്റെ സിറ്റൗട്ടിൽ ഓപ്പൺ സിറ്റൗട്ടാണ്. ഓപ്പൺ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റ് കൊണ്ടാണ്. എന്നാൽ ബാക്കി ഭാഗം മനോഹരമായ വൈറ്റ് ടൈൽ വിരിച്ച ഡിസൈൻ ടൈൽ വിരിച്ചിട്ട് ഭംഗിയാക്കിയിരിക്കുന്നതായ ഒരു സിറ്റൗട്ടാണ് ഇവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇത് ഡോർ കം വിൻഡോ തന്നെയാണ്. ഇവിടെ രണ്ട് സൈഡിലും അകത്ത് നിന്ന് പുറത്തേക്ക് ക്യാമറയിൽ കൂടെ അല്ലാതെ തന്നെ ഈ ഗ്ലാസ്സിൽ കൂടെ പുറത്ത് ആരെങ്കിലും വന്ന് നിൽക്കുകയാണെങ്കിൽ അകത്ത് നിൽക്കുന്നവർക്ക് കാണാനായിട്ട് രണ്ട് സൈഡിലും ഡോർ കം വിൻഡോ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഈ മനോഹരമായ വീടിന്റെ ഏറ്റവും വിശാലമായ ഏരിയയാണ് ഈ കാണുന്നതായ ലിവിംഗ് ഏരിയ. ഈ ലിവിംഗ് ഏരിയയിലെ മുഴുവൻ ഇന്റീരിയറും പ്രൈം ബിൽഡേഴ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള സോഫ സെറ്റുകളാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു പച്ച കളറിലുള്ള ഈ സോഫയുടെ സീറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടാൽ ഫാബ്രിക് എന്ന് തോന്നുമെങ്കിലും ഇത് വളരെ നല്ല മനോഹരമായ റെക്സിൻ കൊണ്ടാണ് ഈ സോഫയുടെ ഓരോ സീറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന് പറ്റിയതായ ടീപ്പോകളും ഈ മുറിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3 സോഫകൾക്കും ഇക്വലായിട്ട് 3 ടീപ്പോകൾ ക്രമീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ മുറിയുടെ സീലിംഗ് ആണ്. വളരെ വ്യത്യസ്തമായ സീലിംഗ് പാനൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ലൂബർ ടൈപ്പിലുള്ളതായ പാനൽസ്. അതുമാത്രമല്ല ഏറ്റവും മോഡേൺ ആയിട്ടുള്ള പ്രൊഫൈൽ ലൈറ്റുകളാണ്. LED പ്രൊഫൈൽ ലൈറ്റുകൾ ധാരാളമായിട്ട് ഈ മുറിയിൽ കൊടുത്തിട്ടുണ്ട്. പ്രകാശം നല്ലതായിട്ട് ഈ വീട്ടിലേക്ക് ധാരാളം പ്രകാശം പുറത്തുനിന്ന് കടന്നു വരാനുള്ള സംവിധാനമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ UPVC പാനലുകളും ടിൻഡഡ് ഗ്ലാസുകളും ആയതുകൊണ്ട് പ്രകാശം കടന്നു വരും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം കാറ്റും കടന്നു വരും. അത് കൂടാതെ തന്നെ ഈ മനോഹരമായ പ്രൊഫൈൽ ലൈറ്റ്, LED പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്ന കാരണത്താൽ ഈ മുറിയിൽ ധാരാളമായ ലൈറ്റ് ലഭിക്കുന്നതാണ്.
പ്രത്യേകിച്ച് ഈ പ്രൊഫൈൽ ലൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം, 1-2 ട്യൂബ് ലൈറ്റ് ഇടുന്നതിൻ്റെ ഇലക്ട്രിസിറ്റി മാത്രമേ ചിലവാകത്തുള്ളൂ. അത്തരത്തിൽ വളരെ കുറഞ്ഞ ഇലക്ട്രിസിറ്റി എനർജി മാത്രം എടുക്കുന്ന തരത്തിലുള്ള പ്രൊഫൈൽ ലൈറ്റുകളും, അതുപോലെ തന്നെ ഈ പാനൽസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഫോൾ സീലിംഗുമാണ് ഈ ഹാളിൽ കൊടുത്തിരിക്കുന്നത്. 2x4 വിട്രിഫൈഡ് ടൈൽസ് ആണ്, ചെറിയ ഡിസൈൻസ് ഉള്ള ടൈൽസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. വളരെ വിശാലമായ ഒരു TV യൂണിറ്റ് സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതാണ്ട് 100 ഇഞ്ചിന് അടുത്ത് സൈസുള്ളതായ LED TVയും സൗണ്ട് ബാറും സബ്വൂഫറും തുടങ്ങി എല്ലാ സംവിധാനത്തോടു കൂടി ഒരു ഹോം തിയേറ്ററിന് ഈക്വൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം അനുസരിച്ചിട്ടാണ് ഇവിടെ ഈ TV യൂണിറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശാലമായ ഹാളിലിരുന്ന് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഈ TV കാണാൻ തക്കണമുള്ള അത്ര വലിയ ഒരു സ്ക്രീൻ സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഡൈനിങ്ങിനും ലിവിങ്ങിനും ഇടയ്ക്കായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഷോക്കേസ്, അത് ഒരു വെർട്ടിക്കൽ പർഗോളയുടെ ഒരു രൂപത്തിൽ, എന്നാൽ അപ്പുറത്ത് കാണത്തക്കോണം ധാരാളം ഷോ പീസുകൾ പ്രദർശിപ്പിക്കത്തക്കോണമാണ് ഇത്തരത്തിലൊരു പാർട്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലോക്ക് സംവിധാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പാർട്സ് ആയിട്ട് ഇതിനകത്ത് അസംബ്ലി ചെയ്യത്തക്കോണമുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ക്ലോക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ സ്വിച്ചസ് എല്ലാം മോഡുലാർ സ്വിച്ചസ് ആണ്, ബ്ലാക്ക് തീം വരുന്നതായിട്ടുള്ള മോഡുലാർ സ്വിച്ചസ് ആണ്. എല്ലാ ഭാഗത്തും സ്വിച്ചസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് മോഡുലാർ സ്വിച്ചസ് ആണ്, അത് ബ്ലാക്ക് തീമിലാണ്. പിന്നെ അതുപോലെ തന്നെ വാളിൽ മിക്കവാറും സ്ഥലങ്ങളിലെല്ലാം ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല ഒരു കണ്ണിനിമ്പമായിട്ടുള്ള ഒരു ടെക്സ്ചർ പെയിന്റ് ആണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. എല്ലാം ഈ മുറിക്ക് ഒരു തീം വർക്കൗട്ട് ചെയ്തിട്ടാണ്, ഒരു ഗ്രീനിഷ് അല്ലെങ്കിൽ ആ ഒരു തീം വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഈ ലിവിംഗ് ഏരിയ ക്രമീകരിച്ചിരിക്കുന്നത്.